ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ റൺ ആയിട്ട് വേണം നമ്മൾ ഇത് ഉപതെരഞ്ഞെടുപ്പിനെ കാണാൻ. അതുകൊണ്ട് തന്നെ 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കക്ഷി നില നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 10 സീറ്റിലാണ് ഇപ്പോൾ LDF പിടിച്ചെടുത്തിരിക്കുന്നത്. അത് മുൻപ് 5 സീറ്റ് മാത്രമേ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അത് 10 സീറ്റിലേക്ക് എത്തിക്കുന്നു. 5 സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് LDF മാറുമ്പോൾ UDFന് കനത്ത ക്ഷീണമാണ് ഉണ്ടാകുന്നത്. കാരണം 13 സീറ്റ് ഉണ്ടായിരുന്ന ഇടത്തു നിന്നും 10 സീറ്റിലേക്ക് UDF ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ്. അതോടൊപ്പം BJP സംബന്ധിച്ചിടത്തോളം 4 സീറ്റ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് 3 സീറ്റിലേക്ക് BJPയും ചുരുങ്ങുന്ന കാഴ്ച. ഇടതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡ് BJPയിൽ നിന്നും പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. BJPയിൽ നിന്നാണ് LDF ഇത് പിടിച്ചെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ കനകനഗർ വാർഡും UDFയിൽ നിന്നും LDF പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ UDFന് ഭരണം നഷ്ടമാകാനാണ് സാധ്യത. നേരത്തെ 10 സീറ്റ് ഉണ്ടായിരുന്ന UDFന് LDFന് 9 സീറ്റ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ LDF 10 സീറ്റിലേക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നുണ്ട്. അതോടൊപ്പം UDFന് കാര്യമായ പരിക്ക് പല സ്ഥലങ്ങളിലുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ അതോടൊപ്പം തന്നെ 3 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് 4 സീറ്റ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് 3 സീറ്റിലേക്ക് എത്തുന്നു എങ്കിൽ പോലും മട്ടന്നൂർ നഗരസഭയിലെ ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. അത് BJP പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അങ്ങനെ മൊത്തം ആകത്തുക നമ്മൾ നോക്കുകയാണെങ്കിൽ LDFന് കൃത്യമായ നേട്ടം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ട്.